ജീവിതത്തിലുടനീളം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദിക്ർ ഉണ്ടാവുക എന്നുള്ളതാണ്. ദിക്ർ ഒരു പ്രോഗ്രാം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിക്ർ ഒരു പ്രൊജക്റ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിക്ർ ഒരു ഇവൻ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിക്ർ നമുക്കൊരു പലപ്പോഴും എല്ലാം ഇവൻ്റാണ്, എല്ലാം പ്രോഗ്രാമാണ്, എല്ലാം പദ്ധതികളാണ്. ദിക്ർ എൻ്റെ ജീവിതത്തിൻ്റെ താളമാണ്. ദിക്ർ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സവിശേഷതയാണ്. നമ്മളൊന്നും നട്ടുനിവരുമ്പോൾ നമ്മൾ തുമ്മുന്ന ഘട്ടത്തിൽ നമ്മളെന്താണ് പറയുന്നത്? അൽഹംദുലില്ലാ. ഒരു നിമിഷാർദ്ധത്തിലേക്ക് എൻ്റെ ജീവിതം നിശ്ചലമായ ഘട്ടത്തിൽ ആ നിശ്ചലമായ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ തുമ്മിയ ഉടനെ നമ്മൾ പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാ. അത് ഹൃദയം തൊട്ട് ജീവിതവും ജീവനും തിരിച്ചു തന്ന അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന ഏറ്റവും ഉജ്ജ്വലമായ നന്ദി പ്രകടനമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എൻ്റെ ദിക്ർ എന്ന് പറയുന്നത് എൻ്റെ ജീവിത താളത്തിൻ്റെ ഭാഗമായി ജീവിതത്തിലുടനീളം ഉണ്ടാകേണ്ട കാര്യമാണ്. ഞാൻ കിടക്കുമ്പോഴുണ്ട്, ഞാൻ എണീക്കുമ്പോഴുണ്ട്, ഞാൻ ആഹാരം കഴിക്കുമ്പോഴുണ്ട്, ഞാൻ പുതിയ വസ്ത്രം ധരിക്കുമ്പോഴുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ വാഷ്റൂമിലേക്ക് പോകുമ്പോഴുണ്ട്, ഞാൻ തിരിച്ചു പോരുമ്പോഴുണ്ട്. എവിടെയാണ് നിങ്ങൾക്ക് ദിക്റുള്ളയെ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് സ്വന്തമായി നടന്നുപോയി പൈശാചികത കടിപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വഴിവിട്ട് കളിക്കാൻ നമുക്ക് എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുന്നില്ല.